അത് യെശയ്യാ പ്രവചനം 85-ാം അധ്യായം 7, 8, 9 ചേർന്ന് വായിക്കാം. ദുഷ്ടൻ തന്റെ വഴിയെയും നീതികെട്ടവൻ തന്റെ വിചാരങ്ങളെയും ഉപേക്ഷിച്ച് യഹോവയിങ്കലേക്ക് തിരിയട്ടെ. യഹോവ അവനോട് കരുണ കാണിക്കും. തന്റെ ദൈവത്തിങ്കിലേക്ക് തിരിയട്ടെ. യഹോവ ധാരാളമായി ക്ഷമിക്കും. എന്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങൾ അല്ല, നിങ്ങളുടെ വഴികൾ എന്റെ വഴികളുമല്ല എന്ന് യഹോവ അരുളി ചെയ്യുന്നു. ആമേൻ. ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്നത് പോലെ യഹോവയുടെ വഴികൾ നിങ്ങളുടെ വഴികളിലും യഹോവയുടെ വിചാരങ്ങൾ നമ്മുടെ വിചാരങ്ങളിലും ഉയർന്നിരിക്കുന്നു. ഉന്നതനും ഉയർന്നിരിക്കുന്നവരും ശാശ്വതവാസിയുമായ ദൈവത്തിന്റെ മഹത്വമേറിയ ആലോചനകൾ, ദൈവത്തിൽ തന്നെ മറഞ്ഞിരിക്കേണ്ട ആലോചനകൾ ദൈവത്തിന്റെ സൃഷ്ടിയാകുന്ന മനുഷ്യർക്ക് വെളിപ്പെടുത്തുന്നത് ഓർത്ത് നമ്മൾ നന്ദിയുള്ളവരായി, ദൈവസന്നിധിയിൽ താഴ്മയുള്ളവരായി, എളിമയുള്ളവരായി, വിനയമുള്ളവരായി, പാപത്തോട് എതിർക്കുന്നവരായി, ദുഷ്പ്രവൃത്തികൾക്ക് കൂട്ടാളിയാകാതിരിപ്പതക്കം ദൈവസന്നിധിയിൽ വിനയപ്പെടുന്നവരായി, പിൻപിലുള്ളത് മറന്ന് മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ട സ്ഥിരതയോട് ഓടുവാൻ തക്കതായി ദൈവപ്രവൃത്തികൾക്കായി നമ്മെ തന്നെ സമർപ്പിച്ച് പ്രാർത്ഥിക്കും. പ്രവചന ആത്മാവിൽ വെളിപ്പെടുത്തിയതായ വായിച്ചതായ വചനങ്ങൾ നമ്മുടെ എല്ലാവരുടെ ജീവിതത്തിൽ അത് ദൈവഹിതപ്രകാരം ഗ്രഹിച്ച് തിരിച്ച് രുചിച്ച് അനുഭവിച്ചറിയത്തക്കതായ ദൈവപ്രവൃത്തികൾക്കായി നമുക്ക് എല്ലാവർക്കും സമർപ്പിച്ച് പ്രാർത്ഥിക്കും. ബോധരഹിതരായിട്ടല്ല, ബോധമുള്ളവരായി, സുബോധമുള്ളവരായി, മരണനിദ്ര പ്രാപിക്കാതിരിക്കാൻ കണ്ണികളെ പ്രകാശിപ്പിക്കണമെന്നുള്ള പ്രാർത്ഥനയോടും യാചനയോടും ദൈവസന്നിധി നമ്മെ താഴ്ത്തി പ്രാർത്ഥിക്കും. കരുണാസമനാകുന്ന ദൈവമായി, അത്ഭുത മന്ത്രിയായി, അത്ഭുത അമ്പീർണ ദൈവമായി, നിത്യപിതാവായി, സമാധാനത്തിന്റെ പ്രഭുവായിരിക്കുന്ന അൻപുള്ള കർത്താവേ, അങ്ങനെ മാറ്റമില്ലാത്ത കർത്തൃത്വത്തിന്റെ നിഴലിൽ അടികളെല്ലാവരും ശരണപ്പെട്ടിരിപ്പാൻ തക്ക അടികളെല്ലാവരെയും താഴ്ത്തി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ മാറ്റമില്ലാത്ത തിരുവെഴുത്ത് അടിയുടെ തലയ്ക്ക് മീതെ ദീപമായിരിക്കാൻ, നീതി സൂര്യനായിരിക്കാൻ, സംരക്ഷണയായിരിക്കാൻ, അഭിഷേകമായിരിക്കാൻ അടികളെ സമർപ്പിക്കുന്നു. അങ്ങയുടെ വചനം ശക്തമാണല്ലോ, അങ്ങയുടെ വചനത്തിൽ ശക്തിയുണ്ടല്ലോ. ആ ശക്തിയേറിയ വചനം ഇടങ്ങളുടെ ജീവിതത്തിലെ സകല ബലഹീനതകളെയും തരണം ചെയ്ത് ശക്തിപ്പെടുവാൻ തക്കവണ്ണം ഇടങ്ങളുടെ ജീവിതത്തിൽ അത് ഇടപെടേണ്ടതിനായി ഇടങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. വായിച്ച് കേൾക്കപ്പെട്ട വചനവും കർത്താവേ, അങ്ങയുടെ നിയോഗപ്രകാരം ഇടങ്ങൾ അങ്ങയിലുള്ള ചിന്തിപ്പാൻ, അങ്ങയിലുള്ളത് മനസ്സിലാക്കുവാൻ, അങ്ങയുടെ ഉദ്ദേശങ്ങൾ മനസ്സിലാക്കുവാൻ അത് കാരണമായി തീരേണ്ടതിന് ഇടങ്ങളെ സമർപ്പിക്കുന്നു. തിരുസന്നിധിയിൽ താഴ്ത്തുന്നു, യേശു ക്രിസ്തുവിന്റെ വലിയൊരു നാമത്തിൽ തന്നെ. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ചേർത്ത് വായിക്കാം. ദുഷ്ടൻ തന്റെ വഴിയെ, നീതികെട്ടവൻ തന്റെ വിചാരങ്ങളെ ഉപേക്ഷിച്ച് യഹോവയിങ്കലേക്ക് തിരിയട്ടെ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അപ്പൊ യഹോവയിങ്കലേക്ക് ഒരു മനുഷ്യൻ തിരിയണമെങ്കിൽ അവരെന്ത് ചെയ്തിരിക്കണം? ദുഷ്ടൻ തന്റെ വഴിയെ, നീതികെട്ടവൻ തന്റെ വിചാരങ്ങളെയും ഉപേക്ഷിക്കണം. സദൃശവാക്യത്തിൽ പറയും പോലെ ലംഘനം മറച്ചു വയ്ക്കുന്നവർക്ക്, അല്ലെങ്കിൽ പാപം മറച്ചു വയ്ക്കുന്നവർക്ക് സുഖം വരികയില്ല. അവ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നവർക്ക് അല്ലേ, അവ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നവർക്ക് എന്ന് ലഭിക്കും. എന്നാൽ റോമലേഖനത്തിൽ ഇങ്ങനെ നമ്മൾ വായിക്കുന്നുണ്ട്, എനിക്ക് കരുണ തോന്നണം എന്നുള്ളവരോട് ഞാൻ കരുണ കാണിക്കും, കനിവ് തോന്നണം എന്നുള്ളവരോട് കനിവ് തോന്നുകയും ചെയ്യും. ആ വാക്യം അനേകരെ തകർക്കുന്ന വാക്യമാണ്, അനേകരെ തകർക്കുന്ന വാക്യമാണ്.
എന്ന് പറഞ്ഞാൽ അവരവർ സ്വന്തമായിട്ട് നെഞ്ചിൽ കൈവച്ച് അല്ലെങ്കിൽ വിശ്വാസത്തിൽ ഉറച്ചു പറയും, ദൈവത്തിന് കരുണ കാണിക്കണമെന്നും കനിവ് കാണിക്കണമെന്നും തോന്നുന്നവരോട് ദൈവം കനിവും കരുണയും കാണിക്കും. ഏറ്റെടുത്ത് ദൈവം അത് കാണിക്കും അല്ലേ? അങ്ങനെയാണ് അനേകരെ അഹങ്കരിക്കുന്നു. പക്ഷേ കർത്താവ് കരുണ കാണിക്കുന്ന ആരോട്? കർത്താവ് കനിവ് കാണിക്കുന്ന ആരോട്? ദുഷ്ടൻ തന്റെ വഴിയെയും നീതികെട്ടവന്റെ വിചാരങ്ങളെയും ഉപേക്ഷിച്ച് യഹോവയിലേക്ക് തിരിയുന്നവരോടാണ് കരുണ കാണിക്കുന്നത്. അല്ലാതെ ആ റോമലേഖനത്തിൽ പറയുന്ന വാക്യം വായിച്ച് അതേപടി വിശ്വസിച്ച് ഞാനങ്ങനെയാണ്, എനിക്കങ്ങനെ ദൈവം കരുണ കാണിക്കുന്നു എന്ന് പറയുന്ന സ്ത്രീ പുരുഷന്മാർക്കല്ല ദൈവം കരുണ കാണിക്കുന്നു. സ്തോത്രം. ഇപ്പൊ വചനത്തിൽ കൂടി തന്നെ നമുക്ക് എന്ത് ചെയ്യാം? തകർന്ന് താളടിയാം. അതേ വചനത്തിൽ കൂടി തന്നെ നമുക്ക് എന്ത് ചെയ്യാം? എഴുന്നേറ്റ് പ്രകാശിക്കുകയും ചെയ്യാം. സ്തോത്രം. അത് വചനത്തെ നമ്മൾ ചിന്തിക്കുന്ന പോലെ എനിക്ക് ഭാഗ്യക്കാരൻ. ഹല്ലേലൂയ. ദൈവവചനത്തെ ചിന്തിക്കുന്നത് പോലെ ഇരിക്കും ഭാഗ്യക്കാരൻ. നമുക്ക് ദോഷം വരത്തക്ക രീതിയിലും അതിനെ ചിന്തിക്കാം, വിശ്വസിക്കാം. നമുക്ക് ഗുണം വരത്തക്ക രീതിയിലും അതിനെ വിശ്വസിക്കാം, ചിന്തിക്കാം. പക്ഷേ എനിക്ക് ഗുണം വരുമോ ദോഷം വരുമോ എന്ന് നാം നമ്മെക്കുറിച്ച് തന്നെ തിരിച്ചറിയാം. അതിനുവേണ്ടി പ്രവാചകൻ പറയുന്നു, ദുഷ്ടൻ തന്റെ വഴിയെ നീതികെട്ടവന്റെ വിചാരങ്ങൾ ഉപേക്ഷിച്ച് യഹോവയിലേക്ക് തിരിയാം. സ്തോത്രം. ദുഷ്ടനെ കുറിച്ച് യോഹന്നാൻ അപ്പോസ്തലൻ ലേഖനം എഴുതുമ്പോൾ പറയുന്നത് 5-ാം അധ്യായം 19-18 വാക്യം വായിക്കുമ്പോൾ, സർവ്വലോകവും ദുഷ്ടന്റെ അധീനതയിൽ കിടക്കും. സർവ്വലോകവും ദുഷ്ടന്റെ അധീനതയിൽ കിടക്കും. ഇപ്പൊ ദുഷ്ടന്റെ അധീനതയിൽ കിടക്കുന്ന ലോകത്തിലെ ചിന്തകളെ ഉപേക്ഷിക്കാത്തവനെ കുറിച്ച് പറയുന്നത് ദുഷ്ടനാണ്. സ്തോത്രം. ദുഷ്ടന്റെ അധീനതയിൽ കിടക്കുന്ന ലോക ചിന്തകളെ ഉപേക്ഷിക്കാത്ത ഓരോ വ്യക്തികളെ കുറിച്ചും തിരുവചനം പറയുന്നത് ദുഷ്ടനെന്നാണ്. ഗലാത്യലേഖനം 1-ാം അധ്യായം 3-ാം വാക്യം അതിനോട് ചേർത്ത് വായിക്കുമ്പോൾ, ഗലാത്യലേഖനം 1-ാം അധ്യായം 3-ാം വാക്യം അതിനോട് ചേർത്ത് വായിക്കുമ്പോൾ അവിടെ വായിക്കാം. കാഴ്ചയ്ക്ക് കുഴപ്പമില്ല, അവിടെ വായിക്കാം. പിതാവായ ദൈവത്തിൽ നിന്നും നമ്മുടെ ദൈവവും പിതാവുമായ ദൈവത്തിന്റെ ഇഷ്ടപ്രകാരം ഇപ്പോഴത്തെ ദുഷ്ടലോകത്തിൽ നിന്നും നമ്മെ വിടുവിക്കേണ്ടതിന് നമ്മുടെ പാപങ്ങൾ നിമിത്തം തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്ത നമ്മുടെ കർത്താവ് യേശുക്രിസ്തുവിൽ നിന്നും കരങ്ങളെ ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾക്ക് കൃപയും സമാധാനം ഉണ്ടാകട്ടെ. കൃപയും സമാധാനം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞുണ്ടാവും. മേൽപ്പറഞ്ഞ കാര്യം ജീവിതത്തിൽ അനുഭവമായി മാറിയാൽ കൃപയും കരുണയും ഉണ്ടാവും. ഒന്ന് പറയാം, ഇപ്പോഴത്തെ ദുഷ്ടലോകം. അപ്പൊ യോഹന്നാൻ അപ്പോസ്തലൻ പറയുന്നു സർവ്വലോകവും ദുഷ്ടന്റെ അധീനതയിൽ കിടക്കും. അപ്പോസ്തലൻ പൗലോസ് പറയുന്നു ഇപ്പോഴത്തെ ദുഷ്ടലോകം. അപ്പൊ ഈ ദുഷ്ടലോകത്തിൽ അനുഗ്രഹങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ആരോടാണ്? ഈ ദുഷ്ടലോകത്തിലെ അനുഗ്രഹങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് ആരോടാണ്? ദൈവത്തോടാണോ പിശാചിനോടാണോ? അല്ലെങ്കിൽ ഈ ലോകത്തിലെ ദൈവത്തോടാണ്? നമ്മുടെ അറിവില്ലായ്മയിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ നമുക്ക് പാപകാരണമായി മാറുകയാണ്. സ്തോത്രം. അതാണ് സങ്കീർത്തനത്തിൽ പറയുന്നത്, അവർ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നില്ല. പിന്നെ ആരോട് പ്രാർത്ഥിക്കുന്നു? പ്രാർത്ഥിക്കുന്നുണ്ട്, പക്ഷെ അവർ ദൈവത്തോടല്ല പ്രാർത്ഥിക്കുന്നു. അല്ലേ? 14-ാം സങ്കീർത്തനമാണോ? സ്തോത്രം. അവർ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നില്ല, പ്രാർത്ഥിക്കുന്നുണ്ട്, പക്ഷെ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നില്ല. പിന്നെ ആരോട് പ്രാർത്ഥിക്കുന്നു? ദൈവത്തോട് പ്രാർത്ഥിക്കുന്നതും ഈ ലോകത്തിന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നതും രണ്ട് വിഷയമാണ്. ഈ ലോകത്തിന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത് ഈ ലോകത്തിലെ കാര്യങ്ങൾ. സ്വർഗാദി സ്വർഗങ്ങൾ വസിക്കുന്ന അധിവസിക്കുന്ന ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന സ്വർഗത്തിലെ കാര്യങ്ങൾ. ഈ ലോകത്തിലെ കാര്യങ്ങൾ സ്വർഗത്തിലെ ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ട് എന്താ ഗുണം?
എന്താ ഗുണം? റേഷൻ കടയിൽ പോയി ബിരിയാണി ഇറച്ചിയും ചോദിച്ചാൽ കിട്ടുമോ? അല്ല, റേഷൻ കടയിൽ പോയി ഒരാളത് പാല് ചോദിച്ചാലും ചായ ചോദിച്ചാലും ഒരു കട്ടൻ ചോദിച്ചാൽ കിട്ടുമോ? എന്ത് സാധ്യത എവിടെ ഉണ്ട് അവിടെ പോയി ചോദിക്കണം. ഇപ്പൊ സ്വർഗങ്ങളിൽ അധിവസിക്കുന്ന ദൈവത്തിന്റെ സന്നിധിയിൽ ഈ ലോകത്തിൽ ഒന്നുമല്ല ഉള്ളത്. ദ്രവത്വമായതൊന്നും അവിടെയില്ല. അവിടെ ഉള്ളതെല്ലാം അദ്രവത്വമായതാണ്, അക്ഷയമായതാണ്. അതാണ് പാതാള സംഘത്തിന്. നീതികേട് പ്രവർത്തിക്കുന്നവരാരും അറിയുന്നില്ല. അവർ നീതികേടാണ് പ്രവർത്തിക്കുന്നതെന്ന്. അപ്പം തിന്നുന്നത് പോലെ അവർ എന്റെ ജനത്തെ തിന്നുകളയുന്നു. യഹോവയോട് അവർ പ്രാർത്ഥിക്കുന്നില്ല. പ്രൈസ് ദി ലോർഡ്. പ്രാർത്ഥിക്കുന്നുണ്ട്, പക്ഷെ ആരോട് പ്രാർത്ഥിക്കുന്നില്ല? യഹോവയോട് പ്രാർത്ഥിക്കുന്നില്ല. നമ്മുടെ ദൈവമായ കർത്താവിനോട് പ്രാർത്ഥിക്കുന്നില്ല. സ്തോത്രം. അതെങ്ങനെ അറിയാം കർത്താവിനോട് പ്രാർത്ഥിക്കുന്നില്ല? സർവ്വലോകവും ദുഷ്ടന്റെ അധീനതയിൽ കിടക്കുകയാണ്. ഈ ലോകത്തിന്റെ ദൈവം അവിശ്വാസികളുടെ മനസ്സിനെ കുരുടാക്കി. ഏത് ദൈവം? ഈ ലോകത്തിന്റെ ദൈവം. 2 Corinthians 4 വായിക്കുമ്പോൾ ഈ ലോകത്തിന്റെ ദൈവം അവിശ്വാസികളുടെ മനസ്സിനെ കുരുടാക്കി. ദൈവപ്രതിമയായ സ്തോത്രം. അപ്പോൾ അവിശ്വാസിയുടെ മനസ്സിനെ കുരുടാക്കുന്നത് ഈ ലോകത്തിന്റെ ദൈവമാണ്. അപ്പൊ ഉന്നതങ്ങളിൽ നിവാസം ചെയ്യുന്ന സ്വർഗത്തിന് സിംഹാസനമായി സ്തോത്രം ഒരുക്കിയിരിക്കുന്ന ആ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നില്ല. ആരോട് പ്രാർത്ഥിക്കുന്നു? ഈ ലോകത്തിന്റെ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. എന്താണ് ഈ ലോകത്തിന് ആവശ്യം? അതവിടെ വായിച്ചത്. ജഡമോഹം, കൺമോഹം, ജീവനത്തിന്റെ പ്രതാപം. ഇത് മൂന്നും സ്വർഗത്തിലെ ദൈവത്തിൽ നിന്നല്ല, ഈ ലോകത്തിൽ നിന്നാണ്. അതായത് ഈ ലോകത്തിന്റെ ദൈവത്തിൽ നിന്നാണ്. അപ്പൊ ജഡമോഹം, കൺമോഹം, ജീവനത്തിന്റെ പ്രതാപം, ഇതിനെ കുറിച്ചുള്ള പ്രവചനങ്ങൾ, ഇതിനെ കുറിച്ചുള്ള പ്രാർത്ഥന, ഇതിനെ കുറിച്ചുള്ള പ്രസംഗം, ഇതിനെ കുറിച്ചുള്ള സാക്ഷ്യം, ഇതെല്ലാം ഈ ലോകത്തിന്റെ സുവിശേഷമാണ്. ഈ ലോകത്തിന്റെ ദൈവത്തിന്റെ സുവിശേഷമാണ്. എന്നാൽ അപ്പോസ്തലന്മാർ വെളിപ്പെടുത്തിയ സുവിശേഷം ഈ ലോകത്തിന്റെ സുവിശേഷമല്ല, ഈ ലോക അനുഗ്രഹത്തിന്റെ സുവിശേഷമല്ല. അപ്പോസ്തലന്മാർ വെളിപ്പെടുത്തിയ സ്വർഗീയ സുവിശേഷമാണ്, രാജ്യത്തിന്റെ സുവിശേഷമാണ്, ദൈവത്തിന്റെ രാജ്യത്തിന്റെ സുവിശേഷമാണ്. മത്തായി സുവിശേഷം വായിക്കുമ്പോൾ കാണാൻ കഴിയുന്നു, രാജ്യത്തിന്റെ പുത്രന്മാരെ ഏറ്റവും പുറത്തുള്ള ഇരുളിലേക്ക് തള്ളിയിടും. രാജ്യത്തിന്റെ പുത്രന്മാർ 8-ാം അധ്യായം. സ്തോത്രം. രാജ്യത്തിന്റെ പുത്രന്മാരെ ഏറ്റവും പുറത്തുള്ള ഇരുട്ടിലേക്ക് തള്ളിയിടും. ഏത് രാജ്യത്തിന്റെ പുത്രന്മാർ? ഈ ലോക രാജ്യത്തിന്റെ പുത്രന്മാർ. ആ ജഡമോഹ കൺമോഹ ജീവനത്തിന്റെ പ്രതാപത്തിൽ അടിമയാൻ നടക്കുന്ന ഈ രാജ്യത്തിന്റെ പുത്രന്മാരെ ഏറ്റവും പുറത്തുള്ള ഇരുട്ടിലേക്ക് തള്ളിയിടും. സ്തോത്രം. ആരോടൊപ്പം തള്ളിയിടും? ഈ ലോകത്തിന്റെ ദൈവത്തോടു കൂടെ ഈ ലോകത്തിന്റെ പുത്രന്മാരെ തള്ളിയിടും. നമ്മൾ ജഡമോഹ കൺമോഹ ജീവനത്തിന്റെ പ്രതാപത്തിലാണ് ആയിരിക്കുന്നുവെങ്കിൽ, നമ്മൾ പെന്തക്കോസ്ത് എന്ന പേരുണ്ടെങ്കിലും, സ്നാനപ്പെട്ടെന്ന് പേരുണ്ടെങ്കിലും, സ്തോത്രം, വേർപെട്ട ജനമെന്ന് പേരുണ്ടെങ്കിലും, നാം ഓരോരുത്തരും ഈ ലോകത്തിന്റെ ദൈവത്തോടു കൂടെ നാശത്തിലേക്ക് പോകുവാനിടയായിത്തീരും. അങ്ങനെ സംഭവിക്കാതിരിക്കാൻ വേണ്ടിയാണ് പ്രവാചകൻ പറയുന്നത്, ദുഷ്ടൻ തന്റെ വഴിയെയും നീതികെട്ടന്റെ വിചാരങ്ങളും ഉപേക്ഷിച്ച് യഹോവയെങ്കിലേക്ക് തിരിയട്ടെ. ഹല്ലേലൂയ. യഹോവയെങ്കിലേക്ക് തിരിഞ്ഞാൽ എന്ത് സംഭവിക്കും? യാക്കോബ് ലേഖനം 1-ാം അധ്യായം 17-ാം വാക്യം വായിക്കുമ്പോൾ, എല്ലാ നല്ലദാനവും തികഞ്ഞ വരമൊക്കെയും ഉയരത്തിൽ നിന്ന് വെളിച്ചങ്ങളുടെ പിതാവിൽ നിന്ന് ഇറങ്ങി വരുന്നു. വെളിച്ചങ്ങളുടെ പിതാവിൽ നിന്ന് എന്ത്? എല്ലാ നല്ലദാനവും തികഞ്ഞ വരവും ഒക്കെ എവിടെ വരുന്നു? ഈ ലോകത്തിൽ നിന്നല്ല, ഉയരങ്ങളിൽ നിന്നാണ്. ഹല്ലേലൂയ. അത് മക്കളില്ലാത്തവർക്ക് കുഞ്ഞ് ലഭിക്കുന്ന നല്ല ദാനമല്ലേ? വീടില്ലാത്തവർക്ക് വീട് ലഭിക്കുന്നത് നല്ല ദാനമല്ലേ? ജോലി ഇല്ലാത്തവർക്ക് ജോലി കിട്ടുന്നത് നല്ല ദാനമല്ലേ? അങ്ങനെ വ്യാഖ്യാനിക്കാം, അങ്ങനെ ചിന്തിക്കാം. പക്ഷെ അങ്ങനെ വ്യാഖ്യാനിക്കുന്ന ദൈവഹിതമല്ല. അതാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ കേട്ടതും. ദൈവത്തിന്റെ പ്രവൃത്തികളെയും ദൈവത്തിന്റെ കൈവേലയും വിവേചിക്കേണ്ട വിധത്തിൽ വിവേചിക്കണം. വിവേചിക്കേണ്ട വിധത്തിൽ വിവേചിച്ചില്ലെങ്കിൽ ദൈവം തന്നെ പണിയില്ല.
നമുക്ക് വേണ്ടി സ്വർഗത്തിൽ ഒരു ഭവനം പണിയുന്നില്ല. അപ്പൊ വിവേചിക്കേണ്ട വിധത്തിൽ വിവേചിച്ചാൽ മാത്രമേ അവിടെ നമുക്ക് വേണ്ടി പണി നടക്കുന്നുള്ളൂ. വിവേചിക്കേണ്ട വിധത്തിൽ വിവേചിക്കണമെങ്കിൽ അതിന് എതിരായി നിൽക്കുന്ന സകല വിവേചനങ്ങളെ നമ്മൾ ദൂരീകരിക്കണം, തള്ളിക്കളയണം, ഉപേക്ഷിക്കണം. ഉപേക്ഷിച്ചാലേ യഹോവയുടെ ഉദ്ദേശത്തിലേക്ക് നമുക്ക് തിരിയാൻ പറ്റുള്ളൂ, ദൈവത്തിന്റെ ഉദ്ദേശത്തിലേക്ക് തിരിയാൻ പറ്റുള്ളൂ. സ്തോത്രം. അപ്പൊ ജഡമോഹം, കൺമോഹം, ജീവനത്തിന്റെ പ്രതാപം, ഇത് മൂന്ന് എവിടെ നിന്ന് വരുന്നു? ഈ ലോകത്തിന്റെ ദൈവത്തിൽ നിന്ന് വരുന്നു. ഇത് മുഖാന്തരം നമ്മുടെ മനസ്സ് കുരുടായി പോകും. നമ്മുടെ മനസ്സെന്ത് ചെയ്യും? സ്തോത്രം. ന്യായപ്രബോധന അത്ഭുതങ്ങളെ കാണേണ്ട മനസ്സ് മനക്കണ്ണ് കുരുട്ടിക്കണ്ണായി മാറിപ്പോകും. അങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ക്രൈസ്തവ ലോകത്തിൽ. അങ്ങനെ സംഭവിക്കുന്നുള്ളൂ. പ്രൈസല്ലോ. അവയിൽ നിന്നെല്ലാം വിടുവിക്കപ്പെടുവാൻ ഒരു വിടുതലിന്റെ ശുശ്രൂഷയാണ് ദൈവം നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നു എങ്കിൽ അതിനെ നമ്മൾ മനസ്സിലാക്കുവാൻ മനസ്സ് പുതുക്കിയാൽ നിശ്ചയമായിട്ടും ദൈവം അത് നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുത്തുക തന്നെ ചെയ്യും. സ്തോത്രം. അപ്പൊ ഈ ലോകം ദുഷ്ടലോകമാണ്. സർവ്വലോകം ദുഷ്ടന്റെ അധീനതയിൽ കിടക്കുന്നു. ഇപ്പൊ ദുഷ്ടന്റെ അധീനതയിൽ കിടക്കുന്ന വിദ്യാഭ്യാസം, അഡ്മിഷൻ, രോഗസൗഖ്യം ഇതൊക്കെ എവിടെ കിട്ടുന്നു? അപ്പൊ ഉയർത്തുന്ന ദൈവത്തിന് രോഗസൗഖ്യം കിട്ടില്ല. കിട്ടും, പക്ഷെ ചെയ്യേണ്ട കാര്യം ചെയ്യണം. ചെയ്യേണ്ട കാര്യം ചെയ്താൽ, മുൻപേ കർത്താവിന്റെ രാജ്യവും നീതി അന്വേഷിച്ചാൽ, ഇതെല്ലാം കിട്ടിയാലും ഒന്നും കിട്ടാത്തവരെ പോലെ നമ്മൾ ജീവിക്കും. ഒന്നും കിട്ടിയില്ലെങ്കിലും എല്ലാം കിട്ടിയവരെ പോലെ ജീവിക്കും. സ്തോത്രം. അതിനെക്കുറിച്ച് സാക്ഷ്യം പറയാനൊന്നുമില്ല, കിട്ടിയില്ലെങ്കിൽ പിറുപിറുക്കാനുമില്ല, നിരാശപ്പെടാനൊന്നുമില്ല, അതിനൊന്നുമേ അർത്ഥമില്ല. കാരണം ഇത് എല്ലാം മായയാണ്, മായയായല്ലോ. സ്തോത്രം. അതിന്റെ പാട്ടുകാരൻ പറഞ്ഞത് മായയായിലും ഈ ലോകം എല്ലാം മായയാണ്. നമുക്കറിയാല്ല മായ എന്ന് അറിഞ്ഞാലും നമുക്ക് ബോധമില്ല. എന്നാൽ ഇതിന് ബോധം വരണം. ബോധത്തോടുകൂടെ സുബോധം വരണം. ബോധം വരണം, ബോധത്തോടുകൂടെ സുബോധം വരണം. ഇപ്പൊ എല്ലാം അബോധ അവസ്ഥയില്ല. കാരണം ദൈവത്തിന്റെ പാനപാത്രത്തിലെ കലർപ്പില്ലാത്ത ക്രോധമദ്യം കുടിച്ച് എല്ലാം മയങ്ങി കിടക്കുക, ബോധം കിടക്കുക. ക്രിസ്തീയ ഗോളം എന്ന് പറയുന്നത് ബോധമില്ലാതെ ജീവിക്കുക. എന്താണ്? ഒരു ബോധമില്ല. ഏതാണെന്ന് ഒരു ബോധമില്ല. ദൈവത്തിൽ നിന്ന് കിട്ടുന്ന അനുഗ്രഹം ഏതാണെന്ന് ബോധമില്ല. ഈ ലോകത്തിൽ നിന്ന് കിട്ടുന്ന അനുഗ്രഹം ഏതാണെന്ന് ബോധമില്ല. യാതൊരു ബോധമില്ല. എല്ലാം ദൈവം തരുന്നെന്ന് പറഞ്ഞ് കിടക്കുക. അപ്പൊ നമുക്ക് ഇങ്ങനെ ചിന്തിക്കാം. അങ്ങനെയാണെങ്കിൽ ദൈവമല്ല ഇതൊക്കെ സൃഷ്ടിച്ചത്? അതെ, ദൈവമാണ് സൃഷ്ടിച്ചത്. അതിന് മേൽ അധികാരം ആദാമിന് കൊടുത്തു. പക്ഷെ ആദാമിൽ നിന്ന് അധികാരം ആരേറ്റെടുത്തു? അതെല്ലാം ദുർവിനിയോഗം ചെയ്യപ്പെട്ടു. അതോടുകൂടി ദൈവം എന്ത് ചെയ്തു? ഭൂമിയെ ശപിച്ചു. അപ്പോൾ ഈ ഭൂമിയിൽ അനുഗ്രഹത്തിന്റെ പേരെന്താണ്? ശാപം. നമ്മളെന്ത് പറയും? അനുഗ്രഹം. ഈ ഭൂമിയിൽ അനുഗ്രഹത്തിന്റെ പേരെന്താണ്? ശാപം. ഒരു ബോക്സ് വാങ്ങിച്ചോ? ഒരു ശാപത്തെ വാങ്ങിച്ചു. ജോലി കിട്ടിയോ? ഒരു ശാപം കിട്ടി. കടം നീന്നോ? ഒരു ശാപം കിട്ടി. കടം വന്നോ? ശാപം കിട്ടി. എല്ലാ ശാപം തന്നെയാണ്. കടം വന്നാലും ശാപം, കടം തീർന്നാലും ശാപം. സാധനം വാങ്ങിയാലും ശാപം, സാധനം വിറ്റാലും എല്ലാം ശാപമാണ് എൻ്റെ പേര്. യഥാർത്ഥ ഹെഡിങ് പേര് ശാപമല്ല. അനുഗ്രഹം എന്ന പേര് സ്വർഗത്തിലെ കാര്യങ്ങളാണ്. സ്വർഗത്തിലെ കാര്യത്തെ അനുഗ്രഹമായും
ഭൂമിയുടെ കാര്യത്തെ ശാപമായിട്ടാണ് ബൈബിൾ വേർതിരിക്കുന്നത്. സ്തോത്രം, സ്തോത്രം. അപകടമന്യ പഴയ ഭക്തന്മാർക്ക് അനുഗ്രഹത്തെ ഭൗതികരമായ കാര്യങ്ങൾ അനുഗ്രഹം എന്ന് പറഞ്ഞിരിക്കുന്നതോ അത് നമ്മുടെ വായനയുടെ കുഴപ്പമാണ്, നമ്മുടെ ചിന്തയുടെ കുഴപ്പമാണ്, നമ്മുടെ മനോബോധത്തിന്റെ കുഴപ്പമാണ്. സ്തോത്രം. അതൊക്കെ അറിയേണ്ടത് അറിഞ്ഞ്, ചിന്തിക്കേണ്ടത് ചിന്തിച്ച്, ഗ്രഹിക്കേണ്ടത് ഗ്രഹിച്ച്, നമ്മളെ കാണേണ്ടത് കണ്ടുകൊണ്ട് അതിനെ വായിച്ചുണ്ടല്ലോ അത് കൃത്യമായിട്ട് അത് മനസ്സിലാക്കാൻ പറ്റുക ഏത് അനുഗ്രഹമാണ് കൊടുത്തിരിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതൊക്കെ ഭൗതികമായ കാര്യത്തെ അനുഗ്രഹമായിട്ട് കൊടുത്തിരിക്കുന്ന ഒരു നിഴൽ മാത്രമാണ്. അതിന്റെ പുറകിൽ ഒരു പൊരുൾ കിടക്കുകയാണ്. ആ പൊരുൾ സ്വർഗത്തിലെ കാര്യമാണ്. അത് എബ്രായ ലേഖനം 12-ാം വാക്യത്തിൽ വായിക്കുന്നു. അവരോ എബ്രായ ലേഖനം 12-ാം ആർക്ക് വേണ്ടിയുള്ളത്? ആരെ കുറിച്ച് പറയുന്നു? പുതിയ വിശ്വാസ വീരന്മാരെ കുറിച്ചാണോ? അല്ല, പഴയ വിശ്വാസ വീരന്മാരെ കുറിച്ചാണ്. ആരെ തുടങ്ങി പറയുന്നു? ഹല്ലേലൂയ. അപ്പോൾ അവരെ കുറിച്ച് പറയുന്ന 11-ാം അധ്യായം അതിന്റെ 12-ാം വാക്യം എന്ത് പറയുന്നു? അവരോ അധികം നല്ലതിന്. എന്താണ് സ്വർഗീയമായത്? ആടും നാടുമാണോ? സ്വർഗീയമായത് എന്താണ്? കുതിരയും ഒട്ടകമാണോ? സ്വർഗീയമായത് സ്വർഗത്തിലെ സകല ആത്മീയ അതവരെ കാംക്ഷിച്ചിരുന്നു. പ്രൈസ് ദി ലോർഡ്. എഫെസ്യർ ലേഖനം 1-ാം അധ്യായം 1:3 വായിക്കുമ്പോൾ സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹത്താലും ഹല്ലേലൂയ. ക്രിസ്തുയേശുവിൽ കൂടി സ്വർഗത്തിലെ ദൈവം നമ്മെ അനുഗ്രഹിക്കുന്നത് ഭൗമികമല്ല, ആത്മീയമാണ്. ആ ആത്മീയ കാഴ്ചപ്പാടിലേക്കാണ് പഴയ നിയമ വിശുദ്ധന്മാരുടെ കാഴ്ചപ്പാടിരുന്നത്. അതിനെയാണ് ഭൗതിക അനുഗ്രഹമായിട്ട് ഇന്ന് പ്രസംഗിച്ച് ജനത്തെ വഞ്ചിക്കുന്നത്. ആ വഞ്ചനയിൽ നിന്ന് നമ്മളിൽ ഓരോരുത്തരും വിടുവിക്കപ്പെട്ടാൽ നാം മുഖാന്തരം മറ്റുള്ളവരെ വിടുവിക്കാൻ കഴിയും. നാം മുഖാന്തരം മറ്റുള്ളവരെ വിടുവിക്കപ്പെട്ടവരുടെ ദൈവത്തിന്റെ വലിയ പ്രവൃത്തി വെളിപ്പെട്ടു. ഹല്ലേലൂയ. അപ്പൊ എന്താണ് അവർ കാംക്ഷിച്ചിരുന്നത്? അവർക്ക് ബിസിനസ് ഉണ്ടായിരുന്നു, അവർക്ക് മറ്റ് കൃഷികളുണ്ടായിരുന്നു, ആടുമാടുകൾ മറ്റ് എല്ലാ കാര്യങ്ങളുടെ കൃഷികളുണ്ടായിരുന്നു, മൃഗം വളർത്തലുണ്ടായിരുന്നു, സ്വത്ര എല്ലാം ആയിരുന്നപ്പോൾ തന്നെ അവരെ കാഴ്ചപ്പെടുത്തായിരുന്നു എന്തായിരുന്നു? അധികം നല്ലത് സ്വർഗീയമായതായിരുന്നു അവരുടെ കാഴ്ചപ്പാട്. കാഴ്ചപ്പാട് ഏതാണ്? എല്ലാം ഭൗമികം, എല്ലാം പ്രാകൃതം, എല്ലാം ഇതാണ് കാഴ്ചപ്പാട്. ദൈവം കരുണ കാണിക്കും അവരോട്. ആരോട് കരുണ കാണിക്കും? അധികം നല്ലതിന്, സ്വർഗീയമായതിന് കാംക്ഷിക്കുന്നവരോട് കരുണ കാണിക്കും. അത് കാംക്ഷിക്കണമെങ്കിൽ ലോകത്തിലെ ആകാംക്ഷകൾ എന്ത് ചെയ്യണം? ഉപേക്ഷിക്കണം. ഒന്നിനെ ഉപേക്ഷിച്ചാലും മറ്റൊന്നെ കാംക്ഷിക്കാൻ പറ്റും. രണ്ട് യജമാനന്മാരെ ആർക്കും ഒന്നിച്ച് സേവിക്കാൻ കഴിയില്ല, ആർക്കും ഒന്നിച്ച് ബഹുമാനിക്കാൻ കഴിയില്ല, ആർക്കും ഒന്നിച്ച് അവകാശപ്പെടാൻ കഴിയില്ല. അപ്പൊ ഈ ഭൂമി സ്വതന്ത്രം ഭൗമിക ഈ പുതിയ നിയമസഭ ഇന്ന് ആൾക്കാർ പറയുന്നത് അത് രണ്ടാലെങ്കിലും ഉണ്ടോ? യേശുക്രിസ്തു പറഞ്ഞു അല്ല, രണ്ട് വേണ്ട, അല്ല ഒന്ന് മതി. ഒന്നിനെ വെട്ടിക്കഴിഞ്ഞു, ഒന്നിനെ ക്യാൻസൽ ചെയ്തു. അല്ല, അപ്പൊ പുതിയ നിയമസഭയ്ക്കായാലും പഴയ നിയമസഭയ്ക്കായാലും പഴയ വിശുദ്ധന്മാർക്കായാലും പുതിയ നിയമ വിശുദ്ധന്മാർക്കായാലും രണ്ട് ദൈവം പറയുന്നില്ല, ഒന്നാണ്. അതാണ് അവിടെ പറയുന്നത്. അധികം നല്ലതിന് സ്വർഗീയമായതിനെ അവർ കാംക്ഷിച്ചിരുന്നു. അവർക്കത് കിട്ടിയെന്നല്ല, കാംക്ഷിച്ചിരുന്നു. അതുകൊണ്ട് ദൈവം അവരുടെ ദൈവം എന്ന് പറയുവാൻ ലജ്ജിക്കുന്നില്ല. പൈസലോ. അപ്പോൾ ഭൗമിക കാഴ്ചപ്പാട് നിൽക്കുന്നവരെ കുറിച്ച് ദൈവം പറയോ ഈ ജനത്തിന്റെ ദൈവമാണ് ഞാൻ എന്ന്. അവിടെ പറയുന്ന സ്വർഗീയമായതിനെ കാംക്ഷിച്ചിരുന്നത് കൊണ്ട് അവരുടെ ദൈവമെന്ന് പറയുവാൻ ദൈവം ലജ്ജിക്കുന്നില്ല. നമ്മൾ ഭൗമിക കാഴ്ചപ്പാടിലാണ് വിശ്വസിച്ച് ജീവിക്കുന്നെങ്കിൽ ഈ സ്വർഗത്തിലെ ദൈവം നമ്മുടെ ദൈവം എന്ന് പറയാൻ ദൈവം ലജ്ജിക്കും, പറയില്ല. മറിച്ച് ഈ ലോകത്തിന്റെ ദൈവം പറയും അവർ എന്റെ ജനമാണ്. കാരണം ഈ ലോകത്തിന്റെ അനുഗ്രഹം ഈ ലോകത്തിന്റെ ദൈവത്തിന് കീഴില്ല. ആ അനുഗ്രഹത്തിന് നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ഈ ലോകത്തിന്റെ ദൈവം പറയും ഇവൻ എന്റെ ദാസനാണ്, എന്റെ ജനമാണ്. അതുകൊണ്ട് ഇവരെല്ലാവരും കൂടി ഒരുമിച്ച് എന്ത് ചെയ്യും? ഒരേ വാക്കില് ഒരേ സ്വരത്തിൽ ഏറ്റു പറയും അവൻ ഇവിടെ ഉണ്ടെന്ന് പറയും. ആര്? സ്വർഗത്തിലെ ദൈവത്തെ കുറിച്ച് അവൻ എന്ന് പറയും. എന്നിട്ട് ഈ ലോക അനുഗ്രഹങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ ചിന്തകൾ ഇങ്ങനെ. അതാണ് പ്രവാചകൻ പറയുന്നത്, ദുഷ്ടൻ തന്റെ വഴികളെയും
നീതി കേട്ടവന്റെ വിചാരങ്ങളെ. എന്താണ് വിചാരം? ഈ ലോകത്തിന്റെ വിചാരം. ഹല്ലേലൂയ. അതെങ്ങനെ അറിയാം? യിരെമ്യാ പ്രവചനം 6-ാം അധ്യായം 19-ാമത്തെ വാക്യം അതിനോട് ചേർത്ത് വായിക്കുമ്പോൾ, യിരെമ്യാ പ്രവചനം 6-ാം അധ്യായം 19-ാം വാക്യം അതിനോട് ചേർത്ത് വായിക്കുമ്പോൾ, ഭൂമിയെ കേൾക്കുക, സ്തോത്രം, ഈ ജനം എന്റെ വചനം. എന്റെ എന്ന് പറഞ്ഞാൽ ആരുടെ? ദൈവത്തിന്റെ. നമ്മുടെ ജീവനായ ദൈവത്തിന്റെ വചനം എങ്ങനെയുള്ളതിരിക്കും? അത് ജീവനും ചൈതന്യമുള്ളതാണ്. ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനം നമുക്ക് ജീവനാണ്. ഏത് ജീവൻ? നിത്യജീവനാണ്. ഗൂഢമനുഷ്യന്റെ ജീവനാണ് ദൈവത്തിന്റെ വചനം. ആ ജീവന്റെ വചനം ഊതി കഴിച്ചപ്പോൾ ആദം ആരായി മാറി? ജീവനുള്ള ദേഹിയായി മാറി. ഹല്ലേലൂയ. ആ വചനം ലംഘിച്ചപ്പോൾ ആരായി മാറി? പാപം ചെയ്ത് എന്ത് ചെയ്തു? മരിച്ചു. പക്ഷെ ദേഹത്തിൽ ജീവനുണ്ട്. നമുക്ക് ദേഹത്തിൽ ജീവനുണ്ട്, പക്ഷെ ദേഹിയിൽ ജീവനുണ്ടോ? ജീവനില്ലാത്ത ദേഹിയിൽ ഈ ദൈവത്തിന്റെ വചനം കേൾക്കുമ്പോൾ നമ്മുടെ ദേഹി ജീവനായി മാറും. അങ്ങനെ ജീവന്റെ വചനമാണ്. അതാണ് എന്റെ വചനം എന്ന് പറയുന്നത്. നമ്മുടെ ജീവനായ ദൈവം പറയാണ് എന്റെ വചനം. ജീവനായ ദൈവത്തിന്റെ വചനം നാം കേൾക്കുമ്പോൾ നാം അക്ഷയരായിരിക്കും. എന്ന് പറഞ്ഞാൽ ക്ഷയം, പാട്ടം, മാലിന്യം ഉള്ള അവകാശത്തിന് വേണ്ടിയല്ല പിന്നെ വിശ്വസിക്കുന്നത്. ക്ഷയം, പാട്ടം, മാലിന്യം ഇല്ലാത്ത അവകാശത്തിനായി നമ്മൾ വീണ്ടും ജനിക്കത്തക്കവണ്ണം വിശ്വാസത്തിന്. സ്തോത്രം. നമ്മളൊക്കെ വീണ്ടും ജനിച്ചവരാണ്, പക്ഷെ എന്ത് ചെയ്യാൻ? മരിച്ചുപോയി. ഇനി ഒന്നെന്ന് ജീവിക്കേണ്ടി വചനം കേൾക്കുമ്പോൾ ജീവിക്കുള്ളൂ. യേശുക്രിസ്തു പറഞ്ഞു, കർത്താവിന്റെ ശബ്ദം കേൾക്കുന്നവർ അക്ഷയരായി ജീവിക്കും. നമ്മൾ വിചാരിക്കുന്നത് മരിച്ച് മൺമറഞ്ഞു പോയതിനു ശേഷം കർത്താവിന്റെ ശബ്ദം വരുമ്പോൾ അവരെല്ലാം ഇങ്ങനെ ഉയർത്തു വരുന്ന കാര്യമാണ് ഇതിരിക്കുന്നത്. അല്ല, നമ്മളിൽ നമ്മൾ മരിച്ചിരിക്കുക. നമ്മുടെ ഗൂഢമനുഷ്യൻ മരിച്ചിരിക്കുക. നമ്മുടെ അകത്തെ മനുഷ്യൻ മരിച്ചിരിക്കുക. നമ്മുടെ അകത്തെ മനുഷ്യന്റെ വിശ്വാസം മരിച്ചിരിക്കുക. നമ്മുടെ അകത്തെ മനുഷ്യന്റെ പ്രത്യാശ മരിച്ചിരിക്കുക. കർത്താവിന്റെ വചനം കേൾക്കും തോറും മരിച്ചിരിക്കുന്ന അകത്തെ മനുഷ്യൻ പുഷ്ടിപ്പെടും, ജീവൻ പ്രാപിക്കും. ഹല്ലേലൂയ. പുനർത്താന പുത്രന്മാരായി മാറും. സ്തോത്രം. ഹല്ലേലൂയ. അതിനു വേണ്ടിയാണ് ഇവിടെ പറയുന്നത്, ആകാശമേ കേൾക്കുക, ഭൂമിയെ ചെറിയ ഈ ജനം എന്റെ വചനം. പിന്നെ ആരുടെ വചനം ശ്രദ്ധിക്കുന്നത്? ആരുടെ വചനം ശ്രദ്ധിക്കുന്നു? ഈ ലോകത്തിന്റെ ദൈവത്തിന്റെ വചനങ്ങളെല്ലാം ശ്രദ്ധിക്കുന്നു. പ്രൈസല്ലോ. ഈ ലോകത്തിന്റെ ദൈവത്തിന്റെ വചനങ്ങളെല്ലാം ശ്രദ്ധിക്കുന്നുണ്ട്. അതെവിടെ എഴുതിയിരിക്കുന്നു? അത് ബൈബിളിൽ തന്നെ. ബൈബിളിൽ എഴുതിയിരിക്കുന്ന അക്ഷരീയമായ ചിന്തകളെല്ലാം ഈ ലോകത്തിന്റെ ദൈവത്തിന്റെ അവകാശത്തിൽപ്പെട്ടതാണ്. ആത്മീയ ചിന്തകളാണ് നമ്മുടെ ജീവനായ ദൈവത്തിന്റെ അവകാശത്തിൽപ്പെട്ടത്. അതാണ് സാത്താൻ വചനം എടുത്തുകൊണ്ടു വന്നു. ഏത് വചനം കൊണ്ടുവന്നു? ബിഷപ്പിന്റെ വചനം. കാലുകളിൽ തട്ടിപ്പോകാതിരിക്കേണ്ട വചനം. ഈ ലോകം അതിന്റെ മഹത്വം. ആ വചനം അത് ആർക്കുള്ള വചനം? ഈ ലോകത്തിന്റെ ദൈവത്തിന്റെ വചനം. പക്ഷെ അതിന് ബദലായി, അതിന് വിരോധമായി യേശുക്രിസ്തു എന്ന് പറഞ്ഞു, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്ന, ദൈവത്തിന്റെ വായിൽ സകല വചനങ്ങളും ജീവിക്കുന്നു. അതാണ് ദൈവത്തിന്റെ. അപ്പോൾ സാത്താന് വേണ്ടിയുള്ള വചനം ഇതിനകത്തുണ്ട്. നമ്മുടെ ദേഹരക്ഷയ്ക്കുള്ള വചനം ഇതിനകത്തുണ്ട്, ആത്മരക്ഷയ്ക്കുള്ള വചനം ഇതിനകത്തുണ്ട്. ദേഹരക്ഷയ്ക്കുള്ള വചനം സാത്താൻ അവകാശപ്പെട്ടതാണ്. അല്ല, ഈ ദേഹം സാത്താൻ അവകാശപ്പെട്ടതാണ്. കാരണം ഇത് അകൃത്യത്തിൽ ഉരുവായതാണ്. ഇത് ആത്മാവിൽ ഉരുവായത് അല്ല, ഇത് അകൃത്യത്തിൽ ഉരുവായത്. അതുകൊണ്ട് ഈ ദേഹത്തിന് അവകാശമാണ് മരണം വരെ. പക്ഷെ മരണത്തോടു കൂടി വിടണമെങ്കിൽ മരണം വരെ നമ്മൾ പോരാടണം. മരണം വരെ ഈ ശരീരം വിട്ടവന് ശരീരത്തോടുള്ള അവകാശം വിട്ടു മാറേണ്ടി നമ്മൾ പോരാടണം. അവിടെ മോശ മരിച്ചപ്പോൾ എന്ത് ചെയ്തു? തന്റെ ശരീരത്തിന് വേണ്ടി ബാധിച്ചു. ഈ ശരീരം അവന്റെ അടിമയിൽ അവകാശപ്പെട്ട് നിൽക്കുക. പക്ഷെ ഇത് നമ്മൾ അത് പിടിച്ചു വാങ്ങണം. അതിനാണ് പോരാട്ടം എന്ന് പറയുന്നത്. ഹല്ലേലൂയ. അതിന് ദൈവാത്മാവിന്റെ ഉപദേശങ്ങൾ അല്ലെങ്കിൽ ആത്മീയ ചിന്തകൾ കൊണ്ട് മാത്രമേ ഇവനോട് നമുക്ക് പോരാടാൻ പറ്റുള്ളൂ. സ്തോത്രം. അതിനുവേണ്ടിയാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്, എന്റെ വചനം കേൾക്കാതെ
എന്റെ ന്യായ പ്രമാണത്തെ അവരെന്ത് ചെയ്തു? നിരസിക്കണം. ഏത് പ്രസംഗത്തിൽ 99% 99% പ്രസംഗം കേട്ടാലും ന്യായ പ്രമാണത്തെ നിരസിക്കുന്ന പ്രസംഗങ്ങളാണ്. അപ്പൊ ദൈവത്തിന്റെ ന്യായ പ്രമാണത്തെ നിരസിച്ചു കളയുന്ന പ്രസംഗങ്ങൾ കേട്ടാൽ കേൾക്കുന്നവർ ആരായി മാറും? ജീവനുള്ള ദേഹിയായി മാറുമോ മരണദേഹിയായി മാറും? കാരണം ദൈവത്തിന്റെ ന്യായ പ്രമാണം കൊല്ലുന്നില്ല നമ്മളെ. നമ്മൾ പറയാം അക്ഷരമാണ്, അക്ഷരം നമ്മളെ കൊല്ലും. ദൈവത്തിന്റെ ന്യായ പ്രമാണം അക്ഷരമാണ്, അക്ഷരം നമ്മളെ ദൈവം കൊല്ലും. ദൈവത്തിന്റെ ന്യായ പ്രമാണം അക്ഷരമെന്ന് ആര് പറയുന്നു? റോമാലേഖനത്തിൽ വിവരമുള്ള അപ്പോസ്തലൻ പറയാണ് ദൈവത്തിന്റെ ന്യായ പ്രമാണം ആത്മീകമാണെന്നാണ്. ഹല്ലേലൂയ. അത് വായിച്ചു വരാം. ആരറിയുന്നു? വിവരമുള്ളവരറിയുന്നു, വിവരമില്ലാത്തവരറിയുന്നില്ല. വിവരമില്ലാത്തവർ ന്യായപ്രമാണത്തെ നീക്കി പ്രസംഗിക്കുന്നു എന്ന് പറഞ്ഞാൽ ആത്മീയത്തെ നീക്കി പ്രസംഗിക്കുന്നു, അവർ ഭൗതികം പ്രസംഗിക്കുന്നു. ന്യായപ്രമാണം നീക്കാതിരുന്നാൽ ഭൗതികം പ്രസംഗിക്കാൻ കഴിയില്ല, ആത്മീയമേ പ്രസംഗിക്കാൻ കഴിയും. കാരണം ന്യായപ്രമാണം ആത്മീയമാണ്. കാരണം ദൈവത്തിന്റെ നിഴലാണ് ന്യായപ്രമാണം. ദൈവത്വത്തിൽ ഇറങ്ങി വന്ന് നമുക്ക് നിൽക്കാൻ പറ്റുമോ? അതുകൊണ്ടാണ് മോശയിൽ കൂടെ ദൈവം വെളിപ്പെട്ട് എങ്ങനെ ന്യായപ്രമാണമായിട്ട് വെളിപ്പെട്ടു. പുതിയ മുതലേക്ക് വരുമ്പോൾ കൃപയും സത്യവും വെളിപ്പെട്ടു. അപ്പൊ ന്യായപ്രമാണം ദൈവത്തിന്റെ നിഴലാണ്. നമ്മൾ സാധാരണ പറയില്ലേ നിഴലും പൊരുളും, പുതിയ പൊരുളും പഴയ നിയമത്തിന്റെ നിഴല്. ശരി, അത് ശരിയാ. പക്ഷെ ആരുടെ നിഴൽ? ദൈവത്തിന്റെ നിഴലാണ്. സ്തോത്രം. ഇപ്പൊ ദൈവത്തിന്റെ നിഴലാകുന്ന ഈ ന്യായ പ്രമാണത്തെ നിരസിച്ച് കളഞ്ഞെന്നാണ് പറയുന്നത്, പ്രവാചകൻ പറയുന്നത്. അത് നമ്മൾ ഇങ്ങനെ പറയും, നമ്മൾ അത് നമ്മളെ കുറിച്ചല്ല, അത് അവരെ കുറിച്ചാണ്, ഇസ്രായേലിനെ കുറിച്ചാണ്. പിന്നെ നമ്മളെ ഹൃദയപൂർവ്വം കൊണ്ട് നടക്കുന്നോ? എങ്കിൽ നമ്മളെ കുറിച്ചല്ല. ഹൃദയപൂർവ്വം നമ്മൾ കൊണ്ട് നടക്കുന്നില്ലെങ്കിൽ നമ്മളെ കുറിച്ചും കൂടിയാണ്. നമ്മൾ മടങ്ങി വരണം, മനം തിരിയണം, ദൈവത്തിന്റെ ന്യായപ്രമാണം ഉള്ളിലാക്കണം. അത് ഹൃദയമെന്ന മാംസപ്പലയിൽ എഴുതണം. അത് രാപ്പകൽ ധ്യാനമായി മാറണം. ധ്യാനത്തിങ്കൽ തീ കത്തണം. തീങ്കൽ മെഴുകിരിക്കുന്നത് പോലെ ഈ ലോകത്തിലെ ചിന്തകൾ ഹൃദയത്തിൽ നിന്ന് ഉരുകി മാറണം. സ്തോത്രം. ഹൃദയം നിറഞ്ഞ കവിയുന്നത് വായി പ്രസ്താവിക്കപ്പെടും. എന്താണ് ഹൃദയം നിറയുന്നത്? അത് പ്രസ്താവിക്കപ്പെടും. ദൈവത്തിന് ഹൃദയം നിറഞ്ഞാൽ അത് പ്രസ്താവിക്കപ്പെടും. ലോകത്തിലെ കാര്യങ്ങൾ ഹൃദയം നിറഞ്ഞാൽ അത് പ്രസ്താവിക്കപ്പെടും. ലോകത്തിലെ കാര്യം ഹൃദയത്തിൽ നിറഞ്ഞാൽ ലോകത്തിന് ദൈവം ഹൃദയത്തിൽ വാസം ചെയ്യും. കാരണം ലോകത്തിന് ദൈവത്തിന് വാസം ചെയ്യേണ്ട സ്ഥലമാണ് ലോകത്തിലെ ചിന്തകൾ. ദൈവാത്മാവിന് വാസം ചെയ്യേണ്ട സ്ഥലമാണ് ദൈവവചന ചിന്തകൾ. സ്വതന്ത്രം. മനുഷ്യന് വാസം ചെയ്യാൻ ഓരോ ഇടമുണ്ട്. അതുപോലെ സാത്താന് വാസം ചെയ്യാൻ ഇടമുണ്ട്. സാത്താൻ വാസം ചെയ്യേണ്ട ഇടമെന്ന് പറയുന്നത് ലോകത്തിലെ ചിന്തകളാണ്. ദൈവത്തിന് വാസം ചെയ്യാൻ ഒരു ഇടമുണ്ട്. ദൈവത്തിന് വാസം ചെയ്യേണ്ട ഇടമെന്ന് പറയുന്നത് ദൈവത്തിന്റെ വചനം. വചനത്തിൽ മാത്രമേ ദൈവം വാസം ചെയ്യൂ, ദൈവത്തിന്റെ ആത്മാവ് വസിക്കുള്ളൂ. പക്ഷെ അതിനെ നിരസിച്ചു കളഞ്ഞെന്നാണ് ഇവിടെ പറയുന്നത്. സങ്കടത്തോടും കരച്ചിലോടും വിലാപത്തോടും കൂടി ദൈവം പറയുക കണ്ണീരിന്റെ പ്രവാചകനോട്. സ്തോത്രം. കണ്ണുനീരൊഴുക്കുന്ന പ്രവാചകനെ കൂടെ ദൈവം തന്നെ കണ്ണുനീരൊഴുക്കി പറയുക, ഈ ജനം എന്റെ വചനം ശ്രദ്ധിക്കാതെ എന്റെ ന്യായപ്രമാണത്തെ നിരസിച്ചു കളഞ്ഞു. അത് മോശയുടെ ന്യായപ്രമാണം. അത് മോശയുടെ ന്യായപ്രമാണം. മോശ കൊടുത്താര് മോശയുടെ ന്യായപ്രമാണം എന്ന് തലകളാനുള്ളതല്ല ഇത്. അത് ദൈവത്തിന്റെ ന്യായപ്രമാണമാണ്. ദൈവത്തിന്റെ നിഴലാണ് ന്യായപ്രമാണമായിട്ട് മോശയ്ക്ക് വെളിപ്പെട്ടത്. അത് ജനത്തെ പഠിപ്പിച്ചു. പക്ഷെ പഠിപ്പിച്ചിട്ട് എന്ത് ചെയ്തു? ജനം അതിനെ നിരസിച്ചു കളഞ്ഞു. അതിനാണ് എഴുതിയിരിക്കുന്നത്, അവർ എന്റെ ന്യായപ്രമാണത്തെ നിരസിച്ചു കളഞ്ഞു. അതുകൊണ്ട് ഞാൻ അവരുടെ വിചാരങ്ങളുടെ ഫലമായി, ഈ വിചാരം എന്ന് പറയുമ്പോൾ യെശയ്യാ 55 ആ വായിച്ചകാർ ഓർമ്മ വരണം. എപ്പോഴും ടച്ച് ചെയ്ത് പോകണം ഓരോ കാര്യങ്ങൾ. പ്രൈസലോ. അവരുടെ വിചാരങ്ങളുടെ ഫലമായി മന്ത്രവാദം ചെയ്തിട്ടല്ല അനർത്ഥം വന്നത്. ആരോ എതിര് പ്രാർത്ഥിച്ചിട്ടല്ല അനർത്ഥം വരുന്നത്. ആരോ എന്തോ എവിടുന്നോ ബാധ വിട്ടിട്ടല്ല അനർത്ഥം വരുന്നത്. പൂജ ചെയ്തിട്ടല്ല,
നമ്മുടെ വീടിന്റെ മുറ്റത്ത് ആരോ എന്തോ ചെയ്തെന്ന് കുഴിച്ചിട്ടു, അതുകൊണ്ടല്ല അനർത്ഥം വരുന്നത്. അതുകൊണ്ടൊന്നും അനർത്ഥം വരില്ല, കാരണം അതൊന്നും ഇസ്രായേലിന് ഭരിക്കില്ല. അത് യാക്കോബിന് ഭരിക്കില്ലെന്ന്. ഭരിക്കാൻ കാരണം ഇവർ ദൈവത്തിന്റെ വചനം തള്ളിക്കളഞ്ഞുകൊണ്ടാണ്. ഇല്ലെങ്കിൽ യാതൊരു ആയുധം ഭരിക്കില്ല. ദൈവജനത്തിനെതിരായി ഉണ്ടാക്കുന്ന ഒരായുധവും ഭരിക്കില്ല.